വാർത്ത. എറണാകുളം പൂക്കാട്ടുപടിയിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. അപകടത്തിൽ നിരവധി പേർക്ക് പരുക്കേറ്റിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. നേരത്തെ ആൻമരിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വീതി കുറഞ്ഞ റോഡാണ്, അപകടം നിരന്തരം ഉണ്ടാകുന്ന സ്ഥലമാണ് എന്നൊക്കെ. അതിൻ്റെ ഒരു എത്രത്തോളം വലിയൊരു അപകടമാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മൾ ആ കറക്റ്റ് ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമാകുന്നതാണ് ആ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത്. അതിന്റെ പൂർണ്ണമായിട്ടുമുള്ള ഒരു തെളിവാണ് ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് പ്രൈവറ്റ് ബസ്സിനുള്ളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. അപകടം പറ്റിയ ബസ്സിന്റെ ഉള്ളിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്നത്. അത് വ്യക്തമാണ്. ആ ഒരു വളവാണത്. ആ വളവിൽ പോലും കൃത്യമായിട്ട് മറ്റൊരു വാഹനം കയറി വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ട് വലിയ വാഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും കടന്നു പോകുന്നതിന് വലിയ പാടാണ്. പക്ഷേ ഈ കോളേജ് ബസ്സിന് അല്പം വേഗതയും ഉണ്ടായിരുന്നു. കുറച്ചധികം വേഗതയിലാണ് ഈ കോളേജ് ബസ് ആ വളവ് കടന്നു വരുന്നത്. അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് കണ്ടാണ് ഈ പിന്നീട് വന്നിരിക്കുന്ന ഈ പ്രൈവറ്റ് ബസ്സിലേക്ക് ഈ കോളേജ് ബസ് വന്നിടിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ കാണാൻ ഭീകരമാണ്. ആ ദൃശ്യങ്ങൾ വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവർ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. പലപ്പോഴായിട്ടും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ബസ്സുകൾ തമ്മിലാണ് മിക്കപ്പോഴും ഈ രീതിയിൽ അപകടങ്ങളിലേക്ക് പോകുന്ന കാഴ്ച വരുന്നത്. അതായത് വലിയ വാഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്കൊന്ന് കടന്നു പോകുന്നതിന് അവിടെ അതിനനുസരിച്ചുള്ള ഒരു വീതിയുമില്ല. ഏറെ കാലങ്ങളായിട്ട്, അതായത് വർഷങ്ങളായിട്ട് ആ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. മറ്റു മാറ്റങ്ങളൊന്നും ആ റോഡിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ ശ്രമിക്കാറില്ല, അധികാരികളൊന്നും വന്ന് നോക്കാറില്ല എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു. അത് നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഈ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ അപകടത്തിൽ ഈ കോളേജ് ബസ്സിന്റെ ഡ്രൈവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളുള്ളത്. അദ്ദേഹത്തിന്റെ രണ്ട് കാലുകൾക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട്. ഈ കാലുകൾ ആ ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. പിന്നെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അദ്ദേഹത്തെ അതിൽ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയും തുടർന്ന് രാജഗിരി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുമുണ്ട്. ഈ കോളേജ് ബസ്സിലുണ്ടായിരുന്ന 4 വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് കൂടി ആ കോളേജ് ബസ്സിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന കോളേജിലെ ഒരു ജീവനക്കാരന് കൂടി ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ 6 പേരാണ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളത്. സ്വകാര്യ വാഹനത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമുള്ളൂ. അത് ഗുരുതരമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള പരിക്കുകളൊന്നുമില്ല. എന്തായാലും ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുജ, പൂക്കാട്ടുപടിയിൽ ഇന്നുണ്ടായ വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇതിൽ കോളേജ് ബസ്സിലുണ്ടായിരുന്ന 6 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അതിൽ ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ്. സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് നിസ്സാര പരുക്ക് ഏതാനും പേർക്ക് എന്നുള്ളതാണ്. ആ റോഡിന്റെ ഒരു അവസ്ഥ കൂടി നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.